ഒരു കല്യാണ പെണ്ണിനെ പോലെയാണ് സ്വതവേ ഊട്ടി. ഈ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടാനായി ഒട്ടേറെ പൂന്തോട്ടങ്ങളുമുണ്ട് ഇവിടെ. കണ്ടാലും കണ്ടാലും മതിവരാത്ത പൂക്കളുടെയും ചെടികളുടെയും ഒരു മഹാശേഖരം. തലേന്നത്തെ രാത്രി ഭക്ഷണം കഴിക്കാനായി അടയാർ ആനന്ദഭവനിലേക്ക് ഒന്ന് കയറി നോക്കി. തമിഴ്നാട്ടിലെ ഉന്നത നിലവാരമുള്ള ഒരു ഹോട്ടൽ ശൃംഖലയാണ് ഇത്. മെനു നോക്കിയപ്പോൾ ഒരു ദോശയ്ക്ക് 200 രൂപ. നല്ല വിശപ്പുള്ളതിനാൽ വിശാലമായി തന്നെ കഴിക്കണമെന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ആനന്ദഭവനിൽ തന്നെ കഴിക്കണമെന്ന പരിപാടി ഉപേക്ഷിച്ചു. ചപ്പാത്തിയും പൊറോട്ടയും ഫ്രൈഡ് റൈസും ഒക്കെയായി രാത്രി ഭക്ഷണം കുശാലാക്കി. രണ്ടാമത്തെ ദിവസം രാവിലെ തന്നെ ഞങ്ങൾ കാണുന്നത് ബൊട്ടാണിക്കൽ ഗാർഡൻ ആണ്. രാവിലെ 7 മണിക്ക് തന്നെ ഇവിടെ സന്ദർശകർക്ക് പ്രവേശനം അനുവദിക്കുന്നുണ്ട്. പ്രഭാത ഭക്ഷണവും കഴിഞ്ഞ് 8:30 തന്നെ ഞങ്ങൾ ഗാർഡനിനുള്ളിലേക്ക് പ്രവേശിച്ചു. 10,000-കണക്കിന് ചെടികളും മരങ്ങളുമാണ് ഇവിടെ വളരുന്നത്. പൂക്കളുടെയും ചെടികളുടെയും മരങ്ങളുടെയും ഒരു മാന്ത്രിക ലോകം, ഒരു മായാപ്രപഞ്ചം. 1887 ഇത് പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുക്കപ്പെട്ടത്. 55 ഏക്കറിലായി വ്യാപിച്ചു കിടക്കുന്ന ബൃഹത്തായ ഒരു ലോകം. തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരിടം എന്ന നിലയിൽ യുനെസ്കോയുടെ പട്ടികയിൽ ഉൾപ്പെട്ട ഒരു സ്ഥലമാണിത്. 55 ഏക്കറിലാണ് ഇത് വ്യാപിച്ചു കിടക്കുന്നത്. വളരെ അപൂർവമായ ജനുസിൽപ്പെട്ട ചെടികളും മരങ്ങളും ഇവിടെ സംരക്ഷിച്ചു പോരുന്നു. തമിഴ്നാട് ഹോർട്ടിക്കൾച്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷനാണ് ഇതിന് നേതൃത്വം വഹിക്കുന്നത്. ഊട്ടി ഇത്രയേറെ പ്രശസ്തമാവുന്നതിന് ഒരു കാരണം ബൊട്ടാണിക്കൽ ഗാർഡൻ കൂടിയാണ്. 100 രൂപയാണ് മുതിർന്ന ഒരാൾക്ക് ഇവിടേക്കുള്ള പ്രവേശന ഫീസ്, കുട്ടികൾക്ക് 50 രൂപയും. തമിഴ്നാട്ടിലെ തന്നെ വില്ലുപുരം ജില്ലയിൽ നിന്ന് ലഭിച്ച മരത്തിന്റെ ഒരു ഫോസിൽ ഇവിടെ പ്രദർശനത്തിന് വെച്ചിരിക്കുന്നത് കാണാം. അസാധാരണമായ നിറവും വലിപ്പവുമാണ് ഊട്ടിയിലെ പൂക്കൾ. ഒരേ തരത്തിൽപ്പെട്ട ചെടികൾ കൂട്ടമായി പൂത്തു നിൽക്കുന്നത് കാണാൻ അനിതര സാധാരണമായ ഒരു മനോഹാരിതയുണ്ട്. ആധുനിക രീതിയിൽ വികസിപ്പിച്ചെടുത്ത വിത്തുകളാണ് പൂക്കൾക്ക് ഇത്രയും വലിപ്പവും സൗന്ദര്യവും കൊടുക്കുന്നത് എന്നാണ് തോന്നുന്നത്. നല്ല ആത്മാർത്ഥതയോടെയാണ് ഹോർട്ടിക്കൾച്ചർ കോർപ്പറേഷന് കീഴിലുള്ള തൊഴിലാളികൾ ഇവിടെ ജോലി ചെയ്യുന്നത്. ഓരോ സ്ഥലത്തു നിന്നും ക്യാമറ മാറ്റാൻ മനസ്സ് വരുന്നേയില്ല. വസന്തം പെയ്തിറങ്ങിയ ഊട്ടിയിൽ പൂക്കളുടെ പെരുന്നാൾ പൂരമാണ്. പൂവിൽ കിനിയുന്ന ഇത്തിരി തേനിനായി പറന്നു നടക്കുന്ന തേനീച്ചകളും വണ്ടുകളും. അവർക്ക് ഇത് ചാകരക്കാലമാണ്.